ഇസ്രായേൽ ഇറാൻ യുദ്ധം പൊടി പൊടിക്കുകയാണ്. പല സ്ഥലത്തും വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഭാഗത്തും ഇറാൻ്റെ ഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇസ്രായേലിനെ അപേക്ഷിച്ച് ഇറാൻ്റെ ഭാഗത്താണ് കൂടുതൽ ആൾനാശം ഉണ്ടായിട്ടുള്ളതായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഈ യുദ്ധം ഇങ്ങനെ നീളുമ്പോഴും ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ മൗനം പാലിക്കുകയാണ്. ഒരു രാജ്യം പോലും ഈ യുദ്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആദ്യ ആക്രമണം വലിയ തോതിൽ ഇറാന് നഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ തന്നെ ട്രംപ് പറയുകയുണ്ടായി, അമേരിക്കയെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായാൽ ഇറാനെ വച്ചേക്കില്ല, ഇറാൻ്റെ നാശം കണ്ടിട്ട് മാത്രമേ അമേരിക്ക പിന്മാറൂ എന്നുള്ള നിലപാട് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഈ യുദ്ധം ഇങ്ങനെ നീളുമ്പോഴും വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അറബ് രാഷ്ട്രങ്ങളൊന്നും തന്നെ ഇതിൽ വലിയ പക്ഷം പിടിക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാഷ്ട്രമായ ഇറാന് സപ്പോർട്ടുമായി അറബ് ലോകത്ത് ഒരു രാഷ്ട്രവും ആദ്യം തുടക്കത്തിൽ തങ്ങളുടെ സഹോദര രാഷ്ട്രത്തെ ആക്രമിച്ചതിൽ അതിശക്തമായി വിലപിക്കുന്നു എന്ന് സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും ഈ യുദ്ധത്തിന് ഇറാൻ്റെ പക്ഷത്ത് ഒരു ശക്തമായൊരു പിന്തുണ പ്രഖ്യാപിക്കാൻ അറബ് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് UAE, സൗദി, ഖത്തർ, ഒമാൻ, കുവൈറ്റ് പോലുള്ള രാഷ്ട്രങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ ഇവർ ഇത്രയും ശക്തമായി ലോകരാഷ്ട്രങ്ങൾ ശക്തമായ സമ്പന്നമായ രാഷ്ട്രങ്ങളാണെങ്കിൽ കൂടിയും അമേരിക്ക പറയുന്നതിനപ്പുറം ഇവർക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ 1-2 മാസം മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പറഞ്ഞ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ വിസിറ്റിംഗ് നടത്തുകയുണ്ടായി. അതിനുശേഷം ആണ് ഈ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണം അതിശക്തമായുള്ള ആക്രമണം ഈ ഭാഗത്തുണ്ടാകുമ്പോഴും ഈ പശ്ചിമേഷ്യ മൊത്തം ഒരു അസമാധാനത്തിൻ്റെ അല്ലെങ്കിൽ അശാന്തിയുടെ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോഴും ഒന്നും ആരും ഉരിയാടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചൈനയാകട്ടെ, റഷ്യയാകട്ടെ, ജർമ്മനിയാകട്ടെ, ബ്രിട്ടനോ ഫ്രാൻസോ ഇറ്റലിയോ ലോകരാഷ്ട്രങ്ങളോ ഒന്നും തന്നെ ഈ നിലപാടിന് ഇസ്രായേലിൻ്റെ നടപടിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ള വാസ്തവം. ഇസ്രായേലിന് ഭയം ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ആണവ ആയുധങ്ങൾ ഉണ്ടാക്കിയാൽ അത് ആണവ വിസ്ഫോടനത്തിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ പോകുന്ന തരത്തിലേക്ക് പോകുമോ എന്ന് അവർ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അതിനെ ആക്രമിക്കാൻ തയ്യാറാകുന്നത്. ഇറാനിലെ ആണവ നിലയങ്ങൾ, ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതാണ് അവർ ഉയർത്തുന്ന വാദം. എന്നാൽ ഇറാൻ പറയുന്നു ഇസ്രായേൽ യുദ്ധം നിർത്തിയാൽ തങ്ങളെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാമെന്ന്. എന്നാൽ ഇസ്രായേൽ യുദ്ധം നിർത്താൻ ഒട്ടും തയ്യാറല്ല താനും. തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ ഇല്ലാതാക്കുക, അവർക്ക് നല്ല നാശനഷ്ടം വരുത്തുക എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇറാൻ്റെ കാര്യത്തിലും അവർ സ്വീകരിച്ചു പോരുന്നത്. എന്തായാലും ഈ യുദ്ധം ഇങ്ങനെ നീളുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് തന്നെ ഒരു വലിയ ശക്തിയായിട്ട് നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാനിൽ നിന്നും പല രാജ്യങ്ങളിലേക്കും പെട്രോൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ നിയന്ത്രണം ഇറാൻ ഘടിപ്പിച്ചാൽ അത് പലയിടത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത് ലോകത്ത് മനസ്സമാധാനം ഇല്ലാതാക്കും, പലരുടെയും മനസ്സമാധാനം കെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.